ഇന്ന് നമ്മളൊരു മാമോദിസ കൂടാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ മാമോദിസ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഇരുന്ന് കണ്ടോളൂ കേട്ടോ. എല്ലാത്തവരും ഇരുന്ന് കാണണം. പോകുന്ന വഴിക്ക് നമ്മൾ എറണാകുളത്ത് പോയിരുന്ന് പോകുന്ന വഴിക്ക് നമ്മൾ സൈൻ ലബാനിൽ കയറി ഡെസേർട്ട് ഐറ്റം കഴിച്ച സംഭവം സൂപ്പറായിരുന്നു. അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. സ്പോട്ടും കാര്യങ്ങളൊക്കെ അതിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഹോട്ടലിലെത്തി നൈറ്റായി എത്തുമ്പം അതിന് മുന്നേ നമ്മൾ അവരുടെ വീട്ടിൽ പോയിരുന്നു. ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ മാമോദിസയായിരുന്നു. അപ്പം മോർണിംഗ് ആയി. അപ്പം മോർണിംഗ് 11 o'clock നമ്മുടെ മാമോദിസ. അപ്പം പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് പള്ളിയിലെത്തണം. ആ മോണ്ടനെ ഒന്ന് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഓടി പറഞ്ഞ എങ്ങനെ ആരാ പറയില്ല അങ്ങനെ നമ്മള് ഗൂഗിൾ മാപ്പ് ആക്കുമ്പോൾ അങ്ങനെ പറയില്ലേ? മോണ്ടിന് പിന്നെ പ്രത്യേകിച്ച് മാറ്റിക്കാനൊന്നും ഇല്ല. കാരണം എന്താ വെച്ചാൽ ആ കുട്ടിയല്ലേ, ഹെയർ സ്റ്റൈൽ ഒരേ സ്റ്റൈൽ തന്നെ. പിന്നെ നമുക്കൊരു വാച്ച് കെട്ടണം, അവൻ്റെ ഡ്രസ്സ് ഇടണം, അത്ര തന്നെ ഉള്ളൂ. ബട്ട് ഗേൾസ് ആണെങ്കിൽ നമുക്ക് അവിടെ ഹെയർ സ്റ്റൈൽ ചെയ്യണം, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് അല്ലേ. അപ്പം ഗേൾസ് മാമേഴ്സിനൊക്കെ കുറേ പരിപാടീസ് ഉണ്ട്. ബോയ്സ് മാമേഴ്സിന് കുറച്ചിരിക്കും. എൻ്റെ ഇത് കറക്റ്റാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് അങ്ങനെയാണ് തോന്നി കേട്ടോ. അപ്പോൾ നമ്മൾ മോട്ടറെ പെട്ടെന്നൊന്ന് മുടിയൊക്കെ ചീകി ഒന്ന് റെഡിയാക്കി കൊടുത്തു. അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഞാനിതിൻ്റെ ഒരു ഗെറ്റ് റെഡി ഞാൻ ഇങ്ങനെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒരു ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പം കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ, ഇഷ്ടപ്പെട്ടാൽ പറയൂ കേട്ടോ. അപ്പം മോണ്ടനെ റെഡിയാക്കി ഇരുത്തിയപ്പോൾ ആ ടൈമിൽ അവൻ കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്നു. അപ്പോഴത്തേക്കും ഏട്ടനൊക്കെ റെഡിയായി നമ്മൾ പള്ളിയിലെത്തി കേട്ടോ. അപ്പം നമ്മുടെ ജുജുബീൻ്റെ മാമോദിസയായിരുന്നു. ഇതാണ് നമ്മുടെ ഏട്ടൻ്റെ ഫ്രണ്ടും ഫാമിലിയും. അപ്പം നേരെ പള്ളിയിലേക്ക് കയറിയതായിരുന്നു. എറണാകുളത്തായിരുന്നു പള്ളി. പിന്നെ നമ്മുടെ ഇവരുടെ ചടങ്ങുകളൊക്കെ കാണും. എനിക്ക് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിഞ്ഞൂടെ, ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പം നിങ്ങളൊന്ന് അതിൻ്റെ കൂടെ കണ്ടു നോക്കൂ കേട്ടോ. നമുക്ക് കേട്ട് നോക്കാം എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു. മാതാപിതാക്കന്മാരെ, ജ്ഞാനപിതാക്കളെ, ഈ ദീപം ഒരിക്കലും പൊരിയാതെ താമസിപ്പിക്കുവാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞു പുസ്തകങ്ങൾ പ്രകാശിക്കുകയാണ്. അവിടെ നിന്ന് വെളിച്ചത്തിലെ മക്കളായി ജീവിക്കേണ്ടതാണ്. വിശ്വാസത്തിന്റെ ദീപം അവരുടെ ഹൃദയത്തിൽ തന്നെ വിളങ്ങുമാറാകട്ടെ. ദിവ്യനാഥൻ വരുമ്പോൾ പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയൊരു കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് വൈനൊന്ന് കുടിച്ച് നോക്കിയിട്ട് സംഭവം സൂപ്പറാട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇവിടുന്ന് നേരെ ഫുഡൊക്കെ കഴിച്ചു, ഫോട്ടോ ഒക്കെ എടുത്തു, ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. നൈറ്റായി ഇവിടെ എത്തുന്ന സമയത്ത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം ബൈ ഫ്രം നീതു അനക്.